ഓം ശാന്തി. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് എന്നും ലോകത്തിന് വിചിത്രമായിരിക്കുന്ന ഒരു വസ്തുവാണ്. മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകൾ നന്നായാൽ അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതും, മനുഷ്യൻ്റെ മനസ്സിലെ ചിന്തകൾ വ്യർത്ഥവും അശുഭവുമായാൽ അതവരുടെ ജീവിതത്തിലെ ദുഃഖത്തിനും കാരണമായി മാറുന്നു. മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവരാനും സാധിച്ച് മനസ്സിനെ ജയിക്കാനായാൽ മൻ ജീത്തേ ജഗത് ജീത്ത് എന്ന് പറയാറുണ്ട്. മനസ്സിലെ ചിന്തകളെ നന്നാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാതിരുന്നാൽ മനസ്സ് അലയുന്ന കുതിരയെപ്പോലെ അലയും. കുതിരയ്ക്കൊപ്പം ഓടി ക്ഷീണിച്ചു പോകുന്നത് പോലെ ജീവിതത്തിൽ ക്ഷീണിച്ച് അവശനായി തളർന്ന് തോറ്റ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു കൊച്ചു കഥ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സന്യാസിയുടെ ആശ്രമത്തിൽ ഒരു രാജകുമാരൻ തൻ്റെ രാജ്യഭാഗ്യത്തിൻ്റെ ആർഭാടങ്ങളൊക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു കൊണ്ടുവന്ന് താമസിക്കാൻ വേണ്ടി തുടങ്ങി. സന്യാസം സ്വീകരിച്ചു. കുറച്ച് നാൾ സന്യാസിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിനൊപ്പം സേവ ചെയ്തു. കാര്യങ്ങൾ പഠിച്ചും അറിഞ്ഞും ധ്യാനിച്ചും ആ സന്യാസിക്കൊപ്പം ആശ്രമ ജീവിതവുമായിട്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോയി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സന്യാസി പറയുകയാണ്, ഇനി നീ നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ജ്ഞാനദാനത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സമയമായിരിക്കുന്നുവെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കും, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ പറയും, ഇവിടെ ദിവസവും സത്സംഗത്തിന് വരുന്ന ഒരമ്മയുടെ വീട് കുറച്ച് ദൂരെയായിട്ടുണ്ട്. ആ വീട്ടിൽ പോയാൽ നിനക്ക് അവിടെ സത്സംഗം നടത്താനുള്ളതായിട്ടുള്ള സൗകര്യം ആളുകളെ അവർ സംഘടിപ്പിച്ച് തരും, അതുപോലെ സഹായം നിനക്ക് വേണ്ടി ചെയ്തു തരും, നീ അവിടേക്ക് പോകാൻ പറയുകയാണ്. അങ്ങനെ ആ രാജകുമാരനായ സന്യാസി വഴിയിലൂടെ ഈ മാതാജിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. മൺപാതയിലൂടെ നടക്കുന്ന സമയത്ത് ചരലുകൾ കാലുമ്മ കുത്തി കുറയ്ക്കാൻ തുടങ്ങി. കാല് വേദനിച്ചങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം ഓർക്കുകയാണ്, ഈ ആശ്രമത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ തേരിലേറി വരുമ്പോൾ എത്ര സുഖമായിരുന്നു. ഈ കാലിങ്ങനെ കല്ല് കുത്തി 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 നല്ല വേദന എടുക്കുന്നുണ്ട്. ആ ഗുരുവിൻ്റെ ആജ്ഞയാണ്, എനിക്ക് അനുസരിക്കാതിരിക്കാനാവില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഈ പറയുന്നതായിരിക്കുന്ന മാതാജിയുടെ വീട്ടിലെത്തിയപ്പോൾ ഇരിക്കാനുള്ളതായിരിക്കുന്ന നല്ല സൗകര്യം, സത്സംഗം നടത്താനുള്ളതായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഈ രാജകുമാരൻ നല്ല പ്രഭാഷണമൊക്കെ നടത്തി. കേട്ട ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും വന്നിച്ച് യാത്ര കഴിഞ്ഞപ്പോൾ ആ മാതാജി അദ്ദേഹത്തിന് ആഹാരം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. ആ സമയത്ത് ഈ രാജകുമാരനായ സന്യാസി ഓർക്കുകയാണ്, ഓ, വിശപ്പ് കൊണ്ട് ഇത്രയും വിശന്ന സമയം ഉണ്ടായിട്ടില്ല. ഈ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തൊരു വിശപ്പാണ്. ഇങ്ങനെ വിശക്കുന്ന സമയത്ത് അഥവാ കൊട്ടാരത്തിലായിരുന്നെങ്കിൽ എത്ര വിശിഷ്ടമായ ഭോജ്യമായിരുന്നു. ഇന്ന് എന്തെനിക്ക് കിട്ടിയോ അത് ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ആഹാരം കൊണ്ടുവരുന്നതായിരിക്കുന്ന ആ മാതാജി വന്ന് പറയുകയാണ്, രാജൻ, അങ്ങയുടെ മനസ്സിന് ഇഷ്ടപ്പെടാൻ രീതിയിൽ രാജഭോജ്യം പോലുള്ളതായിരിക്കുന്ന ആഹാരമാണ് ഞാനിന്ന് അങ്ങേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. ഒരത്ഭുതം കണ്ണിൽ വരാതിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടാവും എന്ന് ഈ അമ്മയ്ക്ക് എങ്ങനെ അറിയുക? അഥവാ എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത അറിഞ്ഞിട്ട് ഇവർ അങ്ങനെയുള്ള ആഹാരം എടുത്തിട്ട് വന്നോ? മനസ്സിൽ ചിന്ത ഉണ്ടായെങ്കിലും വിചാരിച്ചു ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ലീവ് ഇറ്റ് എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം അത് വിട്ടുകളയാമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ച് അവസാനിക്കാനായപ്പോൾ ആ വഴിയിലൂടെ നടന്നതായിരിക്കുന്ന വെയിൽ കൊണ്ടതായിട്ടുള്ള ക്ഷീണം, സത്സംഗം ക്ലാസ് എടുത്തപ്പോൾ ഉണ്ടായതായിട്ടുള്ള ക്ഷീണം എല്ലാം കൊണ്ട് ആഹാരം വയറ്റി ചെന്നപ്പോൾ കണ്ണുകൾ അടഞ്ഞു പോകുന്ന പോലെ തോന്നി. അപ്പോൾ മനസ്സിൽ അദ്ദേഹം വിചാരിക്കുകയാണ്, കൊട്ടാരത്തിലാണെങ്കിൽ എന്നും ആഹാരം കഴിച്ചാൽ കുറച്ച് വിശ്രമിക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നുവെന്ന്. അപ്പോൾ ഈ സ്ത്രീ ഉടനെ തന്നെ ചോദിക്കുകയാണ്, അങ്ങേക്ക് കുറച്ച് വിശ്രമിക്കണമെന്ന് തോന്നുന്നുണ്ടല്ലേ, ഞാൻ ദാ കട്ടിൽ വിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലെല്ലാം ശരിയാക്കുകയാണ്. അപ്പോൾ ആ രാജകുമാരന് ഒരിക്കൽ കൂടി അത്ഭുതം തോന്നിപ്പോയി. തൻ്റെ വിടർന്ന കണ്ണുകളുടെ ആ സ്ത്രീ ഒരിക്കൽ കൂടി അദ്ദേഹം ഒന്ന് നോക്കി, എന്നിട്ടൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വിരിച്ചു. പക്ഷേ വിരിച്ച സമയത്ത് ബെഡായിരുന്നില്ല, ആ കട്ടിലിൻ്റെ മേലെ ഒരു വിരിപ്പാണ് വിരിച്ചു വെച്ചത്. അവരെ വീട്ടിൽ ഉപയോഗിക്കാത്ത ബെഡൊന്നും ഉണ്ടായിരുന്നില്ല, സന്യാസിയല്ലേ. അങ്ങനെ വിരിപ്പ് വിരിച്ചു കൊടുത്തു. വിരിപ്പ് വിരിച്ചു കിടക്കുമ്പോൾ രാജൻ കിടക്കുമ്പോൾ വിചാരിക്കുകയാണ്, ഈ കട്ടിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, എൻ്റെ കിടക്കും എൻ്റെ സൗകര്യങ്ങളൊക്കെ എത്ര നല്ലതായിരുന്നു എന്ന്. അപ്പോൾ തിരിഞ്ഞു നിന്ന് ഒരു ഉത്തരം പറയുകയാണ്, രാജൻ, കുറച്ച് കാര്യങ്ങൾ ത്യജിക്കുമ്പോഴാണ് രാജകുമാരനിൽ നിന്ന് അങ്ങ് ശ്രേഷ്ഠ സന്യാസിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ത്യജിക്കാനുള്ള മനസ്സ് അങ്ങേക്ക് ഉണ്ടാവണമെന്ന്.
ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് ഉറപ്പായി ഇത് വെറും ഒരു സ്വാഭാവിക സംഭവമല്ല. ഇതുവരെ ഉണ്ടായതൊക്കെ അയാൾ വിചാരിച്ചു അതും സംഭവിക്കാം ഇതും സംഭവിക്കാം, ഇതെന്തായാലും ഒരു സ്വാഭാവിക സംഭവമല്ല എന്ന്. കിടന്നിട്ട് ഒന്ന് കണ്ണടയാൻ പോലും സാധിച്ചില്ല. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടഞ്ഞു പോകുമെന്ന് തോന്നിയ ആൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഈ സന്യാസിയായ രാജകുമാരൻ പറയുകയാണ്, ഞാൻ ആശ്രമത്തിലേക്ക് പോയിക്കോട്ടെ, എനിക്ക് റെസ്റ്റ് എടുത്ത് സമാധാനമായി എന്ന് പറയും. അങ്ങനെ ആശ്രമത്തിലേക്ക് നടക്കുമ്പോൾ മുഴുവൻ മനസ്സിലെ ചിന്തയാണ്. ഒരു സാധാരണക്കാരിയായിരിക്കുന്ന ഒരു വീട്ടമ്മയാണല്ലോ ആ സ്ത്രീ. അവർക്ക് എങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്ന മുഴുവൻ തത്സമയം അവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് വല്ലാതെ മനസ്സിൽ ആകാംക്ഷ. ആശ്രമത്തിൽ ചെന്നപ്പോൾ ഗുരു ചോദിക്കുകയാണ്, എന്തായി, നന്നായിരുന്നോ സത്സംഗവും ആഹാരമൊക്കെ? അപ്പോൾ അതൊക്കെ നന്നായിരുന്നു, പക്ഷെ ഒരു കാര്യം അങ്ങയോട് ചോദിക്കാനുള്ള ആകാംക്ഷയല്ല ഞാൻ വന്നിരിക്കുന്നത്. ഒരു സന്യാസിയായി എനിക്ക് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ എന്ത് ചിന്തിക്കുന്നു അതൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നല്ലോ, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അതിന് ആ പ്രത്യേകിച്ചതായിട്ടൊരു കഴിവിൻ്റെ ആവശ്യമില്ല. ആ സ്ത്രീ തൻ്റെ മനസ്സിൽ നല്ല നല്ല ചിന്തകളെ കൊണ്ടുവന്നുകൊണ്ട് സ്വന്തം മനസ്സിൽ എന്ത് ചിന്ത വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബോധവതിയായ സ്ത്രീയാണ്. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തയൊന്നും അവരെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല. അവരുടെ മനസ്സിലെ സൈലൻസിൻ്റെ ശക്തി കൊണ്ടാണ് അവർക്ക് മറ്റൊരാളുടെ മനസ്സിനെ വായിക്കാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര പരിഭ്രമമായി. അപ്പോൾ ഗുരു ചോദിച്ചു, അത് കേട്ടപ്പോൾ നീ എന്തിനാണ് ഇത്രമാത്രം പരവശനായി മാറുന്നത് എന്ന്. അതല്ല, ആ സ്ത്രീ എനിക്ക് ആഹാരം വിളമ്പി തരാൻ വന്നപ്പോൾ അവരുടെ സൗന്ദര്യം കണ്ടപ്പോൾ അറിയാതെ എൻ്റെ മനസ്സിൽ അവരുടെ സൗന്ദര്യത്തിലേക്കുള്ള ആകർഷണത്തിൻ്റെ ചിന്തകളുണ്ടായിപ്പോയി. അതും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഗുരു പറയും, തീർച്ചയായിട്ടും അതും അവർ വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു സന്യാസിയായിട്ട് ഞാൻ ചെന്ന് ഗുരുവിൻ്റെ സ്ഥാനത്തിരുന്ന് എല്ലാം കഴിച്ചു വന്നിട്ട് എൻ്റെ മനസ്സിൽ ഇത്തരം ചിന്ത ഉണ്ടായി എന്നത് ആ സ്ത്രീ അറിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ വല്ലാതെ ഭൂമിയിൽ നിന്നും താഴേക്ക് പോകുന്ന പോലെ ഇറങ്ങിപ്പോകുന്ന പോലെയൊക്കെ തോന്നിപ്പോയി. എന്നങ്ങനെ എങ്ങനെയോ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം വിചാരിക്കുകയാണ്, നാളെ എന്തായാലും ജ്ഞാനദാനത്തിന് വേണ്ടി പോകുന്നെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്തേക്കേ പോകുള്ളൂ എന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു പറയും, ഇന്നും നിനക്ക് സത്സംഗത്തിന് വേണ്ടതായിരിക്കുന്ന ആളുകളൊക്കെ ആ മാതാജി ഒരുക്കിയിട്ട് നീ അവിടേക്ക് പോകണം. ഇല്ല, ഒരു കാരണവശാലും ഞാൻ അവിടേക്ക് പോവില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗുരു പറയും, എന്തുകൊണ്ട്? അവരെത്രയോ നല്ലൊരു അമ്മയാണ്, തീർച്ചയായിട്ടും അവിടേക്കാണ് നീ പോകേണ്ടതെന്ന് പറയും. അപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞയാണ്, ധിക്കരിക്കാനും വയ്യ, എന്നാലും അവിടേക്ക് പോകാൻ മനസ്സ് പേടിയാവുകയാണ്. ഇന്നലത്തെ മനസ്സിലെ വിചാരങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും എന്നോട് പ്രതികരിക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഭയം. അങ്ങനെ വീടിൻ്റെ മുകളിൽ പോകും വരെ അദ്ദേഹം ഗുരു പഠിച്ചതായിട്ടുള്ള പാഠങ്ങൾ, ഓർക്കുന്നതായിരിക്കുന്ന ഈശ്വര രൂപങ്ങളെല്ലാം ഓർത്ത് പോവുകയാണ്. ഇന്ന് മനസ്സിനുള്ളിൽ എന്ത് ചിന്ത വരുന്നു എന്ന് അദ്ദേഹം വളരെയധികം ബോധവാനായിക്കൊണ്ട് അവിടേക്ക് ചെല്ലുന്നു, കാല് വയ്ക്കുന്നു. അവിടെ മുഴുവൻ മനസ്സിൽ ഈശ്വര 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 എന്ന് മാത്രം വിചാരിക്കുകയാണ്, വേറെ ഒരു ചിന്തയും വരരുത്. അതുകൊണ്ട് ഭഗവാനെ പ്രതിഷ്ഠിച്ച് പഠിപ്പിച്ച പാഠം ഓർത്ത് ഗുരുവിൻ്റെ രൂപവും ഗുരുവിൻ്റെ പാഠങ്ങളും ഭഗവാന്റെ രൂപവും ഒക്കെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അങ്ങനെ സത്സംഗം നടത്തി. മനസ്സ് കയറി ചെല്ലുമ്പോൾ ആ വീടിൻ്റെ വാതിൽക്ക് എത്തും മുന്ന് ആ ശിഷ്യന് തോന്നിപ്പോയി തൻ്റെ മനസ്സ് തുടി കൊട്ടും പോലെ ആ ഒരു ഹൃദയമിടിപ്പിൻ്റെ താളം വരെ പുറത്തേക്ക് കേൾക്കുമെന്ന് തോന്നിപ്പോയി. പക്ഷേ വീണ്ടും ആ ഭഗവാന്റെ രൂപം, ഗുരുവിൻ്റെ രൂപം മനസ്സിൽ ഓർത്ത് അതേ ചിന്ത മാത്രം വരാൻ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ മനസ്സ് ശാന്തമായി സത്സംഗം നടത്തി ആഹാരം കഴിച്ചു. അന്ന് ആഹാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആഹാരം രാജകീയം വേണം തോന്നിയില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞു, കിടക്കണം എന്നുള്ളതായിട്ടുള്ള വിചാരം വന്നില്ല. ആ സ്ത്രീ അന്ന് രാജകീയ ആഹാരം കഴിപ്പിച്ചതുമില്ല, കിടക്കാൻ വേണ്ടി വിരിച്ചതുമില്ല. അത് കഴിഞ്ഞ ശേഷം പോകാൻ പറഞ്ഞപ്പോൾ, അങ്ങയുടെ ഇത്രയും നല്ല സത്സംഗം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അന്ന് സമാധാനത്തോടെ ആ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും അയാൾക്ക് ശ്വാസം വീണത് ആ ശിഷ്യന്. അപ്പോഴും ഭഗവാനോട് നന്ദി പറഞ്ഞു, ഭഗവാനെ ഇത്ര സമയം എൻ്റെ മനസ്സിനുള്ളിൽ വേറൊരു ചിന്തയും വരാതെ നീ എന്നെ സഹായിച്ചു തന്നു. ഇനിയും ഞാൻ നിന്നെ തന്നെ ഇരുത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിൽ എന്ത് ചിന്ത വരുന്നു എന്ന് ബോധവാനായിക്കൊണ്ട് വീണ്ടും നല്ല ചിന്തകൾ ചിന്തിച്ച് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു പറയുന്നത്, നിന്നെ കാണാൻ എന്തൊരു രസമാണ്, നിൻ്റെ മുഖത്ത് എന്തൊരു ചൈതന്യമാണ്. അവർ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ബോധവാനായിരുന്നു. ഇന്നലെ എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ മറ്റാരും അറിയില്ല എന്ന വിചാരം കൊണ്ട് എന്തുണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ബോധവാനേ അല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, എൻ്റെ മനസ്സിലെ ചിന്തകൾ മറ്റുള്ളവർ വായിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എന്ത് ചിന്ത വേണം എന്നതിനെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നു. വേറൊരു ചിന്തയും വരാൻ ഞാൻ സമ്മതിച്ചതേയില്ല എന്ന്. ഇത് തന്നെയാണ് മനസ്സിനെ ശാന്തമാക്കാനുള്ളതായിരിക്കുന്ന വിദ്യ.
നമ്മൾ വിചാരിക്കും ഞാൻ എന്ത് ചിന്തിക്കുന്നു അത് മറ്റുള്ളവർക്ക് എന്തറിയാനെന്ന്. ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾ അത് പ്രകമ്പനങ്ങളായിക്കൊണ്ട് ഊർജ്ജമായി പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ തഴുകിക്കൊണ്ട് കടന്നു പോകുന്ന ഈ വായുവിലെ ഓരോരോ ആറ്റങ്ങൾ പോലും ആ വൈബ്രേഷൻ, ആ ചിന്തകളെ വഹിച്ചുകൊണ്ട് അതിന് തുല്യമായിരിക്കുന്ന ചിന്തകൾ നമ്മുടെ അടുത്തേക്ക് അനുഭൂതികളെ, അനുഭവങ്ങളെ, ജീവിതത്തിലെ പാഠങ്ങളെ, വിചാരങ്ങളെ, വികാരങ്ങളെ, വ്യക്തികളെ, സൗകര്യങ്ങളെ, സാധനങ്ങളെല്ലാം നിങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും അറിയില്ല, ആരറിയാൻ എൻ്റെ മനസ്സിൽ വരുന്നത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാത്തത്. ഈ മനുഷ്യന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിലെ ഓരോ കണങ്ങൾ പോലും നമ്മുടെ മനസ്സിലെ ചിന്തകളെ അറിയുന്നുണ്ട്. ഈശ്വരൻ നമ്മുടെ മനസ്സിലെ ചിന്തകളെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചം നമ്മുടെ ചിന്തകളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി എൻ്റെ മനസ്സിൽ നല്ല ചിന്തകൾ വരണം എന്ന് ഞാൻ ബോധവാനായിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, അഥവാ ഒരു നിരീക്ഷകനെ പോലെ സ്വന്തം മനസ്സിനെ കാവലേർപ്പെടുത്തി നിരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ സ്വന്തം മനസ്സിലെ ചിന്തകൾക്ക് മേലെ നിയന്ത്രണം കൊണ്ടുവരാനും വേണ്ട ചിന്തകൾ കൊണ്ടുവന്ന് വേണ്ടാത്ത ചിന്തകളെ വരാൻ അനുവദിക്കാതിരിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് അത്തരത്തിൽ മനസ്സിലെ വ്യർത്ഥ ചിന്തകൾക്കും നെഗറ്റീവ് ചിന്തകൾക്കും കാവലേർപ്പാടാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളരാൻ അനുവദിച്ചാൽ മനസ്സിനെ ജയിച്ച, ജഗത്തിനെ ജയിച്ചവരായിട്ട് നിങ്ങൾക്ക് മാറാം. അങ്ങനെ നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.